ഇന്ന് നമ്മൾ അയ്യങ്കാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഓർമ്മ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ പോരാട്ടങ്ങളാണ്. ദളിത് സമുദായത്തിന് മാത്രമല്ല ഓരോ ജനാധിപത്യവാദിയും വളരെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് ആ കൃതിയെ നമ്മൾ വീണ്ടും കൊണ്ട് ഓർക്കുന്നു. ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അത് ഒരു മുസ്ലിം നാമധാരി, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഗുരുവായൂർ അമ്പലത്തില് റീൽസ് ചിത്രീകരിച്ചതിന്റെ പേരിൽ ഗുരുവായൂർ അമ്പലത്തില് പുണ്യാഹം നടക്കുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും വാർത്തയിലൂടെ പുറത്തു വന്നത്. ഇത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ വളരെ ശക്തമായിട്ട് നടന്നു വരുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് 2014 മോദി സർക്കാർ അധികാരത്തിലേറുന്നതോടുകൂടി മുമ്പത്തെ കാലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പരസ്യമായി സവർണതയും യാഥാസ്ഥിതികത്വം ഒക്കെ തന്നെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ത്യ മഹാരാജ്യത്തിലും കേരളത്തിലും ഒക്കെ സംജാതമാക്കി. അതിന്റെ അർത്ഥം മുമ്പ് ഈ സവർണതയുടെ ദൃശ്യമായിരുന്നില്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. മറിച്ച് ഈ സവർണതയും യാഥാസ്ഥിതികത്വവും ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയുള്ള വാദവും കൂടുതൽ ദൃശ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാത്മാ അയ്യങ്കാളി വെല്ലുവണ്ടിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പഞ്ചമിയെയും കൊണ്ട് പൊതുവിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടിയൊക്കെ തന്നെ നേടിയെടുത്തതും കാണിച്ചു തന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില ആശയങ്ങളുണ്ട്. അത് വിദ്യാഭ്യാസത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന്, പിന്നോക്ക ജനവിഭാഗങ്ങൾ, ദളിതരിൽ നിന്നും ആദിവാസികളിൽ നിന്നൊക്കെ അകറ്റി നിർത്തി വിദ്യാഭ്യാസത്തെ ഒരു ഒളിഗാർക്കിക്കലായിട്ടുള്ള വ്യവസ്ഥയായിട്ട് നിലനിർത്താനുള്ള ശ്രമമാണ് ഇന്ത്യ മഹാരാജ്യത്ത് നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നത്. ഇന്ന് ഈ ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ പൊതുവെ പറയാറുണ്ടെങ്കിലും, ഈ ഗുരുകുല വിദ്യാഭ്യാസം വളരെ ശ്രേഷ്ഠമാണെന്നൊക്കെയാണ് പറയാറുണ്ടെങ്കിലും, ആ ഗുരുകുല വിദ്യാഭ്യാസം എന്താണ് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോഴാണ് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് സവർണ കേന്ദ്രീകൃതമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഈ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ധർമ്മസൂത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാം, അവിടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികൾക്ക് മാത്രമേ വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ആ വിദ്യ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചാതുർവർണ്ണ കേന്ദ്രീകൃതമായ വേദ ഇതിഹാസ പുരാണങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഗുരുകുലം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യർക്കും പ്രവേശനം ഉണ്ടായിരുന്ന ഇടങ്ങളൊന്നും ആയിരുന്നില്ല ഗുരുകുലം എന്ന് പറയുന്ന സങ്കല്പം തന്നെ. അപ്പൊ ഈ ഗുരുകുല സങ്കല്പം മറ്റുള്ളവരെ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന അവർണ സമുദായങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ഗുരുകുല വിദ്യാഭ്യാസം നിലനിന്നത്. ഈ ഗുരുകുല വിദ്യാഭ്യാസത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഈ ഗുരുകുല വിദ്യാഭ്യാസത്തെ പല രീതിയിൽ അഴിച്ചു പണിഞ്ഞുകൊണ്ടാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം ഇന്ത്യയിൽ അരങ്ങേറുന്നത്. ആ കൊളോണിയൽ ഭരണത്തിന്റെ കാലഘട്ടത്തിലാണ് മഹാത്മാ ഫൂലെയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ വിദ്യാഭ്യാസ പ്രക്രിയകൾ, പുതിയ സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ നാരായണ ഗുരുസ്വാമികളുടെ ഒക്കെ നേതൃത്വത്തിൽ അവർക്ക് പുതിയ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് കടക്കാൻ സാധിക്കുന്നതൊക്കെ പിന്നെ ഒരു പശ്ചാത്തലത്തിലാണ്. അല്ലാതെ ഈ പാരമ്പര്യമെന്ന ആർഷഭാരത സംസ്കാരത്തിന്റെ മഹിമ വിളിച്ചോതുന്ന ഏതെങ്കിലും പാരമ്പര്യത്തിന്റെ ബലത്തിലല്ല നാരായണ ഗുരുവും മഹാത്മാ ഫൂലെയും ഒന്നും തന്നെ തങ്ങളുടെ വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്, മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ മഹാത്മാ അയ്യങ്കാളിയുടെ പ്രവർത്തനത്തെ കുറിച്ച് ആഴത്തിൽ പരിശോധിക്കേണ്ടി വരിക. അയ്യങ്കാളി പഞ്ചമിയെയും കൊണ്ട് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് വിദ്യാഭ്യാസത്തെ ഒരു തൊട്ടുകൂടാത്ത പ്രക്രിയയാണ്. സവർണർക്ക് മാത്രം വിദ്യ ആർജിക്കാനും അവർക്ക് മാത്രം ഒരു പ്രവർത്തന മേഖലയായി വിദ്യാഭ്യാസ പ്രക്രിയ നിലനിർത്തിയിരുന്നപ്പോൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും വിദ്യ ആർജിക്കാവുന്ന ഒരു നിലയിലേക്ക് മാറ്റിയെടുത്തത് മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാഭ്യാസ പോരാട്ടങ്ങളാണ്, സമര മാർഗങ്ങളാണ് എന്നുള്ളതാണ്. കാരണം വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എങ്ങനെ തന്നെയാണോ അതേ രീതിയിലാണ് വിദ്യാഭ്യാസ മേഖലയിലും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ നിലനിർത്തിയിട്ടുള്ളത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം വന്നും ആ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ആർജിച്ചത് ഈ രാജാറാം മോഹൻ റോയ് ഉൾപ്പെടെയുള്ള ആളുകൾ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് ആധുനിക വിദ്യാഭ്യാസം ആർജിച്ചവരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും രാംമോഹൻ റോയിയെ പോലെയുള്ളവർ അവരുടെ ഭരണകാലം വരെ പൂണൂർ ഉപേക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ സിദ്ധിച്ചെങ്കിൽ പോലും രാംമോഹൻ റോയി ഉൾപ്പെടെയുള്ള ആളുകൾ വേദാന്തവും പുരാണങ്ങളുമാണ് പ്രധാനപ്പെട്ട
ആയുധങ്ങളായി നവോത്ഥാന ഭാവനകളായി അവർ വീണ്ടെടുത്തത് ഇത്തരം ആശയങ്ങളെ ആയിരുന്നു എന്നുള്ളതാണ്. ഇത് ദയാനന്ദ സരസ്വതി മാത്രമല്ല, നമ്മൾ വിവേകാനന്ദൻ മുതലായ ഒരു പിടി ആളുകളെ ഇന്ന് വിപ്ലവകാരികളെന്ന് നവോത്ഥാന നായകന്മാരെന്നൊക്കെ പറയുന്ന അവതരിപ്പിക്കപ്പെടുന്ന ആളുകളെ പരിശോധിച്ചാൽ അറിയാം, ഇതൊക്കെ തന്നെ പല രീതിയിൽ ബ്രാഹ്മണികമായ മൂല്യബോധങ്ങളെ ഉറപ്പിക്കുന്ന ഒരു സങ്കല്പ മേഖലയായിരുന്നു അവരെല്ലാം തന്നെ വാർത്തെടുത്തത് എന്നുള്ളതാണ്. ഈ ഒരു സങ്കല്പ ലോകത്തെയാണ് മഹാത്മാ അയ്യങ്കാളി പിഴുതെറിയാൻ ശ്രമിച്ചത്, ഉടച്ചു വാർക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. അയ്യങ്കാളി പഞ്ചമിയുമായി ഒരു വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചു എന്നതിന്റെ അർത്ഥം വിദ്യാഭ്യാസത്തെ ജനാധിപത്യവൽക്കരിക്കുകയും പുറന്തള്ളപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങൾക്കുമായി വിദ്യാഭ്യാസ മേഖലയെ തുറന്നു കൊടുക്കുകയും വിമോചനാത്മകമായ ഒന്നായിട്ട് അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ ദളിതർക്കോ ആദിവാസികൾക്കോ വേണ്ടി മാത്രമല്ല, മുഴുവൻ ജനവിഭാഗങ്ങൾക്ക് ഉള്ള ഒന്നായിട്ട് ഈ വിദ്യാഭ്യാസ മേഖല മാറിത്തീർന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിലൂടെയാണ് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ആധുനിക കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയെ മുന്നോട്ടെടുത്തത് മഹാത്മാ അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളായിരുന്നു എന്നുള്ളതാണ് നാം ആദരവോടുകൂടി നോക്കേണ്ടത്. പക്ഷേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇന്ന് നമ്മൾ കാണുന്നത് UGCയുടെ കരിക്കുലം പുറത്തു വന്നു, കെമിസ്ട്രിയുടെ കരിക്കുലം. 300-ലധികം പേജുള്ള ഈ കരിക്കുലത്തിന്റെ ഏറ്റവും ഫ്രണ്ട് പേജിലാണ് സരസ്വതിയുടെ ചിത്രമുള്ളത്. വീണാപാണിയായ സരസ്വതിയാണ് UGC അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ വീണാപാണിയായ സരസ്വതി എങ്ങനെയാണ് ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ദൈവമായി മാറുന്നത്? യഥാർത്ഥത്തിൽ ഈ വീണാപാണിയായ സരസ്വതിയാണോ ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ വിദ്യാഭ്യാസത്തിലേക്ക് നയിച്ചത്? ചുരുക്കത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കേരളത്തിലും മഹാത്മാഫൂലെയുടെയും ഡോക്ടർ BR അംബേദ്കറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അഖിലേന്ത്യ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ആകമാനം നടന്ന വിദ്യാഭ്യാസ പരിഷ്കരണ പ്രക്രിയകളെ, സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളെ ഒക്കെ തന്നെ സമ്പൂർണമായി അട്ടിമറിച്ചുകൊണ്ട് ബ്രാഹ്മണ ദൈവങ്ങളാണ് ഇന്ത്യയിലെ എല്ലാവർക്കും വിദ്യ നൽകിയത് എന്ന് പറഞ്ഞ തെറ്റായ, വസ്തുതാവിരുദ്ധമായ, ചരിത്രവിരുദ്ധമായ ഒരു അമ്മുമ്മ കഥ എല്ലാവരുടെയും ശിരത്തിൽ കെട്ടിയേൽപ്പിക്കാനാണ് 2025 ഹിന്ദുത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സന്തോഷേട്ടൻ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞത് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഗെയ്ക്വാഡും സംഘവും, അംബേദ്കറിന്റെ അടുത്ത അനുയായികളായിട്ടുള്ള ഗെയ്ക്വാഡും സംഘവും കേരളത്തില് വന്ന സമയത്ത് സഹോദരൻ അയ്യപ്പനെ സഹോദര ഭവനിൽ സന്ദർശിക്കുന്നു. സഹോദര ഭവനിൽ സന്ദർശിക്കുന്ന അവസരത്തിൽ ഗെയ്ക്വാഡും സംഘവും സഹോദരൻ അയ്യപ്പനോട് ചോദിക്കുന്നുണ്ട്, ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താണ് എന്നാണ് ഗെയ്ക്വാഡും സംഘവും സഹോദരനോട് ചോദിക്കുന്നത്. സഹോദരൻ പറഞ്ഞ മറുപടി ലിക്വിഡേറ്റ് ഹിന്ദുയിസം, ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കുക. കാരണം ജാതി വ്യവസ്ഥയുടെ അടിത്തറ എന്താണ്? ഹിന്ദുയിസമാണ്. അപ്പൊ ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കാതെ ജാതി വ്യവസ്ഥയോ തകരുകയോ ഇന്ത്യക്ക് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയായി മാറിത്തീരാനോ കഴിയുകയില്ല എന്നുള്ള കാര്യമാണ് സഹോദരൻ അയ്യപ്പൻ സൂചിപ്പിച്ചത്. അപ്പൊ സരസ്വതിയെ അവതരിപ്പിക്കുന്നതിലൂടെ ചെയ്യുന്ന എന്താണ്? ജാതി വ്യവസ്ഥയെ കൂടുതൽ അരക്കി തുറപ്പിക്കുകയാണ്. ഇത് പറയാൻ കാരണം ഈ UGCയുടെ പ്രത്യേകിച്ച് കെമിസ്ട്രിയുടെ കരിക്കുലത്തിലുള്ള ആമുഖത്തിൽ ആദ്യത്തെ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള സരസ്വതിയുടെ ചിത്രത്തിൽ ഇരിക്കുന്ന എന്താണ്? സരസ്വതിയുടെ ചിത്രത്തിലുള്ള അവരുടെ ഈ സരസ്വതിയുടെ ചിത്രത്തിലുള്ള 4 കൈകളുണ്ട്. അതിൽ ഒരു കയ്യിലിരിക്കുന്ന വേദമാണ്, അത് ഋഗ്വേദമാണ് എന്നാണ് സങ്കല്പം. എന്താണ് ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഋഗ്വേദത്തിലെ പുരുഷസൂക്തം, ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ പുരുഷസൂക്തത്തിൽ പറയുന്നത് ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊര് തദസ്യ വൈശ്യ പദ്ഭ്യാം ശൂദ്ര അജായത എന്നാണ്. അത് ബ്രാഹ്മണൻ മുഖത്തിൽ നിന്നുണ്ടാകുന്നു, ക്ഷത്രിയൻ ബാഹുക്കളിൽ നിന്നുണ്ടാകുന്നു, വൈശ്യൻ തുടകളിൽ നിന്നുണ്ടാകുന്നു, ശൂദ്രൻ പാദത്തിൽ നിന്നുണ്ടാകുന്ന സങ്കല്പം. പൊതുവെ പറയുന്നത് ഇത് തുല്യതയെ പറ്റിയാണ് പറയുന്നത്. പുരുഷസൂക്തത്തിൽ തുല്യതയെ പറ്റിയാണ്. വിരാട് പുരുഷന്റെ അംഗോപാംഗങ്ങളെല്ലാം ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അവയവം കൂടുതൽ ഉത്തമമോ ഏതെങ്കിലും ഒരു അവയവം അധമവുമായി മാറുന്നില്ല എന്ന് പുരുഷസൂക്തത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്നാണ് പുരുഷസൂക്തത്തെ മുൻനിർത്തി പല ആവർത്തി ഹിന്ദുത്വവാദികൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഭാഗവത പുരാണം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഭാഗവത പുരാണത്തിൽ പറയും, വിരാട് പുരുഷന്റെ മുഖത്തു നിന്നുണ്ടാകുന്ന ബ്രാഹ്മണൻ ഉത്തമനും പാദങ്ങളിൽ നിന്നുണ്ടാകുന്ന ശൂദ്രൻ അധമനുമാണ് എന്നാണ് ഭാഗവത പുരാണത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ സരസ്വതിയുടെ കയ്യിലിരിക്കുന്ന വേദം എന്താണ്? അത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളായി മനുഷ്യരെ സ്ഥാനപ്പെടുത്തുന്ന
ശ്രേണീകൃത അസമത്വത്തിന്റെ മൂർത്തിമദ്ഭാവമായ വേദമാണ് ഈ സരസ്വതിയുടെ കയ്യിരിക്കുന്നത്. അപ്പൊ ഈ സരസ്വതി എല്ലാവർക്കും എങ്ങനെയാണ് വിദ്യ പ്രദാനം ചെയ്യുക? വേദങ്ങളുടെ ഭാഗമായ പല ഗ്രന്ഥങ്ങളിലും, മനുസ്മൃതി ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ, ധർമ്മശാസ്ത്രങ്ങളിൽ, ഉപനിഷത്തുക്കളിൽ, അതുപോലെ തന്നെ ബ്രഹ്മസൂത്രം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനത്രയങ്ങളിലൊക്കെ തന്നെ മറ്റുള്ളവർക്ക് വിദ്യ നിഷേധിക്കണമെന്നാണ് പറയുന്നത്. ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയായതുകൊണ്ട് ശൂദ്രന് വേദം ഉപദേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് മനുവിനെക്കാളും ഭീകരമായി പറഞ്ഞിട്ടുള്ളത് ഗൗതമ ധർമ്മസൂത്രകാരനാണ്. ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയും, അധഹാസ്യ വേദം ഉപസൃംഗത പ്രഭുചതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം ഉദാഹരണേ ജിഹ്വാച്ഛേദ ധാരണേ ശരീരഭേദ എന്ന് ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയും. അതായത് മനുസ്മൃതി എഴുതുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗൗതമ ധർമ്മസൂത്രത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ശൂദ്രന്റെ ചെവി നീ ഉരുക്കേൽക്കണമെന്നും, വേദം ചൊല്ലിയാൽ ശൂദ്രന്റെ നാവ് വെട്ടിപ്പിളർക്കണമെന്നും, വേദം മനസ്സിലാക്കിയാൽ ശൂദ്രന്റെ ശരീരം തന്നെ നശിപ്പിക്കണമെന്നും പറഞ്ഞിട്ടുള്ളത് മനുവിനേക്കാളിലും വളരെ മുമ്പേ തന്നെ ഗൗതമ ധർമ്മസൂത്രകാരനാണ്. ഇതാണ് വേദം എന്ന് പറയുന്ന സങ്കല്പം തന്നെ. ഇതാണ് സരസ്വതിയുടെ കയ്യിലിരിക്കുന്നത്. ഈ ആശയാവലികളാണ് സരസ്വതിയുടെ കയ്യിലുള്ളത്. അപ്പൊ അടിസ്ഥാനപരമായി ഈ സരസ്വതിയുടെ കയ്യിലിരിക്കുന്ന വേദം എല്ലാവർക്കും അറിവ് നൽകുന്ന ഒന്നല്ല, മനുഷ്യരെ ശ്രേണീകൃതമായി സ്ഥാനപ്പെടുത്തുകയും ശൂദ്രർ മുതൽക്ക് താഴോട്ട് ഉള്ള അടിച്ചമർത്തപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വിദ്യ നിഷേധിക്കുന്ന ഒരു സങ്കല്പമാണ് സരസ്വതിയെ നമുക്ക് വെളിവാണ്. ഈ സരസ്വതി ഇന്ത്യയിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് മറ്റു ജനവിഭാഗങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നത്, സമരം ചെയ്യേണ്ടി വന്നത്, നൂറ്റാണ്ടുകൾ ദുരിതം അനുഭവിക്കേണ്ടി വന്നത്? ഈ ബ്രാഹ്മണ്യ ലോകമല്ല, ഈ ബ്രാഹ്മണ്യ ഭാവനകളല്ല, ബ്രാഹ്മണ്യത്തിന്റെ സംസ്കാരമല്ല, ബ്രാഹ്മണ്യത്തിന്റെ വ്യവസ്ഥയല്ല ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾക്ക് വിദ്യയും തുറവിയും നൽകിയത് എന്നുള്ളതാണ് നാം ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് നാം ഉറക്കെ പ്രഖ്യാപിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സരസ്വതി അല്ല ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും വിദ്യ പ്രദാനം ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഉറക്കം പ്രഖ്യാപിക്കേണ്ടത്. ഒരു സരസ്വതിയും അല്ല, ഒരു സരസ്വതിയും ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും സഹായിച്ചിട്ടില്ല. ഒരു സരസ്വതിയും അനുഗ്രഹിച്ച് നൽകിയതല്ല വിദ്യാഭ്യാസം. അത് മഹാത്മാ ഫൂലെയുടെയും ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും പോരാട്ട ഫലമായിട്ടാണ് ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും ബഹുജനങ്ങൾക്കും പിന്നോക്ക ജനതയ്ക്കും വിദ്യാഭ്യാസത്തിലെ വിമോചനാത്മകമായ മേഖലയിലേക്ക് കടന്നു കയറാനായത് ഈ മഹത്തുക്കളുടെ വലിയ വലിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് ഈ മഹാന്മാരുടെ പോരാട്ടങ്ങൾക്ക് മുകളിലാണ് സരസ്വതിയെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ സരസ്വതിക്കും മുകളിലാണ്, ആ സരസ്വതി അല്ല മഹാത്മാ അയ്യങ്കാളിയാണ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ അവകാശം തന്നത് എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ചു പറയണം നമ്മൾ ഈ സന്ദർഭത്തിൽ. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല. കാരണം ഇപ്പോൾ ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് ഹിന്ദുത്വം സമ്പൂർണമായിട്ട് നമ്മുടെ സമൂഹത്തെ കീഴടക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാത്മാ അയ്യങ്കാളി സ്ഥാപിച്ച ഊരൂട്ടമ്പലത്തിന് തൊട്ടടുത്തും ഇപ്പോൾ ഒരു സരസ്വതി വിദ്യാലയം കാണാം തിരുവനന്തപുരം. ബംഗാനൂരിൽ ചെന്നാൽ കാണാം. എന്തുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ബ്രാഹ്മണ്യ ഹിന്ദുത്വം മഹാത്മാ അയ്യങ്കാളി സ്ഥാപിച്ച പഞ്ചമിയുമായി പ്രവേശിച്ച വിദ്യാലയത്തിന് തൊട്ടടുത്ത് ഹിന്ദുത്വം എന്തുകൊണ്ടാണ് ഒരു സരസ്വതി വിദ്യാലയം സ്ഥാപിച്ചിട്ടുള്ളത്? വളരെ ആസൂത്രിതമാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് വളരെ കൃത്യമായിട്ടാണ് എന്നുള്ളതാണ്. കാരണം മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടപരമായിട്ടാണ് വിദ്യാഭ്യാസ അവകാശം നേടിയത്, ജനത നേടിയെടുത്തത് എന്ന ചരിത്ര യാഥാർത്ഥ്യം, ചരിത്ര സത്യം ഒരു മിത്ത് കൊണ്ട് മറച്ചു വെക്കാനും തമസ്കരിക്കാനുമാണ് ആര് ശ്രമിക്കുന്നത്? ഹിന്ദുത്വം ശ്രമിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാണ്. ശബരിമലയിൽ വാവൽ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അതൊരു മുസ്ലിം ഐഡന്റിറ്റിയാണ്. ആ സങ്കല്പം അടിസ്ഥാനപരമായി ശബരിമല വാവർ സങ്കല്പം, ശബരിമലയിലെ വാവൽ സങ്കല്പം ഈ മുസ്ലിം സങ്കല്പം, ഈ മുസ്ലിം ഐഡന്റിറ്റിയുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ മുസ്ലിം ഐഡന്റിറ്റി സമ്പൂർണമായി തകർക്കുക എന്നത് ലക്ഷ്യം വെച്ചാണ് ഹിന്ദുത്വം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാവരല്ല യഥാർത്ഥത്തിൽ വാവുരൻ എന്ന് പറയുന്ന ഭൂതമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാവുരന് ഹിന്ദുത്വവാദികൾ ശബരിമലയിൽ ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 വർഷം ഈ വാവുരന്റെ കഥ പറയുന്നതോടുകൂടി ശബരിമലയിലുള്ള വാവുരുടെ സങ്കല്പം സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാണ്.
പകരം ബാബുരിൽ എന്ന് പറയുന്ന വളരെ അടുത്ത കാലത്ത് ഹിന്ദുത്വം നിർമ്മിച്ചെടുത്ത കഥയ്ക്ക് വലിയ പ്രചാരമുണ്ട്. അപ്പം ഇങ്ങനെ വരുന്നതിൽ ഈ ഒരു രീതിയില് കാര്യങ്ങൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തിരുവനന്തപുരത്ത് മഹാത്മാ അയ്യങ്കാളി പഞ്ചമിയുമായി പ്രവേശിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തൊട്ടടുത്ത് തന്നെ സരസ്വതി വിദ്യാലയം ബ്രാഹ്മണ്യ ഹിന്ദുത്വയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചു. അതൊരു കൃത്യമായ അജണ്ടയോട് കൂടിയാണ്. ഇല്ലെങ്കിൽ അത്ര ഒരു വിദ്യാലയം ഈ വെങ്ങാനൂരിൽ തന്നെ സ്ഥാപിക്കേണ്ടതില്ല ഹിന്ദുത്വവാദികൾക്ക്. ഈ ബ്രാഹ്മണ്യ സ്വാംശീകരണം നൂറ്റാണ്ടുകളായിട്ട് ഇവര് ഹിന്ദുത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നൂറ്റാണ്ടുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരുപ്പതി എന്ന് പറയുന്ന ക്ഷേത്രം. ഈ തിരുപ്പതി ക്ഷേത്രം ആദ്യകാലത്ത് ചാമകൃഷി ചെയ്തിരുന്ന ആദിവാസികളുടെ സങ്കേതമായിരുന്നു എന്ന് കണ്ടപുരാണത്തിൽ വളരെ പ്രത്യേകമായ പരാമർശമുണ്ട്. അപ്പൊ ചാമകൃഷി ചെയ്യുന്ന ആദിവാസികളെ പുറത്താക്കിയിട്ടുണ്ട് ബ്രാഹ്മണ്യം തിരുപ്പതിയിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ തിരുപ്പതി ആരുടെ കയ്യിലായി? ഇപ്പോൾ തിരുപ്പതി സമ്പൂർണ്ണമായിട്ടും ബ്രാഹ്മണ പുരോഹിതന്മാരുടെ കൈകളിൽ അകപ്പെട്ടു എന്നതാണ്. അപ്പൊ ഈ രീതിയിലൊരു പ്രവർത്തനമാണ് വിദ്യാഭ്യാസ മേഖലയിലും ബ്രാഹ്മണ്യം നടത്തി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന വഴി. അങ്ങനെ വിദ്യാഭ്യാസ പ്രക്രിയയെ ബ്രാഹ്മണ്യം സമ്പൂർണമായിട്ട് വിഴുങ്ങുന്നു. ആ വിഴുങ്ങലിന്റെ ഒരു ചെറിയ അടയാളം മാത്രമാണ് സരസ്വതി കെമിസ്ട്രിയുടെ കരിക്കുലത്തിലേക്ക് കടന്നു വരുന്നത്. തന്നെയല്ല, ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കേരളത്തില് വളരെ വിപുലമായിട്ട് നവരാത്രിയോടനുബന്ധിച്ച് വിജയദശമിയോടൊക്കെ അനുബന്ധിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് അക്ഷരവെഴുത്ത് എന്ന് പറയുന്നത്. നിലവിളക്ക് കത്തിച്ചു വെച്ച് അരി എഴുതുന്നത്, ഹരി എന്നെഴുതുന്ന പരിപാടി. എന്താണ് ഹരി? വളരെ നിഷ്കളങ്കമായിട്ടാണ് ആളുകൾ കരുതുന്നത്. ഹരി എന്നെഴുതുന്നത് വളരെ നിഷ്കളങ്കമാണെന്ന് കരുതുന്നത്. ഹരി എന്നെഴുതുന്നത് വളരെ നിഷ്കളങ്കമൊന്നുമല്ല. കാരണം ഹരി എന്നുള്ളത്, ഹ എന്നുള്ള പദം, രി എന്നുള്ള പദം ഒരുമിച്ച് കൂട്ടി യോജിക്കുമ്പോൾ ഹരി എന്നുള്ള വിഷ്ണുവിന്റെ സൂചനയാണ്. എങ്ങനെയാണ് വൈഷ്ണവ ബ്രാഹ്മണിസം വിദ്യാഭ്യാസ പ്രക്രിയ വിഴുങ്ങി എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ഹരി എന്ന് എഴുതുന്നത്. വിദ്യാഭ്യാസ പ്രക്രിയ ആപ്പാണ് മാറ്റിയെടുക്കുന്നതാണ്. കേരളത്തില് സംസ്കൃത വിദ്യാഭ്യാസം ആദ്യകാലത്ത് ബൗദ്ധരിലൂടെയായിരുന്നു പ്രചരിച്ചിരുന്നത്. അങ്ങനെ ബൗദ്ധരിലൂടെ കേരളത്തിൽ വിദ്യാഭ്യാസം പ്രചരിച്ചിരുന്ന ആ ഘട്ടത്തിൽ ബൗദ്ധര് ഈഴവരാദിയായ ജനവിഭാഗങ്ങളെ സംസ്കൃതം പഠിപ്പിച്ചിരുന്ന ഘട്ടത്തിൽ ആദ്യത്തെ സംസ്കൃത ശബ്ദമായി പഠിപ്പിച്ചിരുന്നത് വൃക്ഷ ശബ്ദമാണ്. വൃക്ഷ, വൃക്ഷവും, വൃക്ഷാഹ എന്ന് പറയുന്ന വൃക്ഷ ശബ്ദമാണ് സംസ്കൃതത്തിൽ ബൗദ്ധർ സാമാന്യ ജനവിഭാഗങ്ങളെ പഠിപ്പിച്ചിരുന്നത്. പക്ഷേ ബൗദ്ധരിൽ നിന്നും ഈ സംസ്കൃത പാരമ്പര്യം കേരളത്തിൽ സമ്പൂർണമായി ബ്രാഹ്മണവൽക്കരിക്കപ്പെടുന്നതോടുകൂടി വൃക്ഷശബ്ദം മാറി രാമശബ്ദം കടന്നു വരിക. അങ്ങനെ വൃക്ഷശബ്ദം ഏറ്റവും ആദ്യം പഠിക്കുന്നതിന് പകരം ഇപ്പോൾ ആദ്യം പഠിക്കുന്ന എന്താണ്? രാമശബ്ദമാണ്. സിദ്ധരൂപം എടുത്താൽ ആദ്യം പഠിക്കുക രാമശബ്ദമാണ്. രാമഹ, രാമോ, രാമാഹ എന്നാണ് പഠിക്കുന്നത്. അപ്പൊ ബൗദ്ധര് കൊണ്ടുവന്ന വൃക്ഷശബ്ദത്തിന് പകരം, വൃക്ഷം അങ്ങനെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ജനജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൃക്ഷങ്ങൾ. അങ്ങനെ ജനജീവിതവുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ ഭൗതികാസ്പദങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ശബ്ദത്തെ മാറ്റി ജനജീവിതങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ബ്രാഹ്മണ്യ ഹിംസയുടെ ആൾരൂപമായ രാമന്റെ ശബ്ദം ആളുകൾ പഠിക്കുന്നതിലേക്ക് സംസ്കൃത പാരമ്പര്യത്തെ തന്നെ കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണ്യം മാറ്റി വയ്ക്കുന്നു. ഈ രീതിയിൽ ഭീകരമായ അട്ടിമറി വിദ്യാഭ്യാസ പ്രക്രിയ ആദ്യകാലം മുതൽ നിലവിലുണ്ട്, നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു തുടർച്ചയിലാണ് നമ്മൾ സരസ്വതി UGCയുടെ കരിക്കുലത്തിൽ കടന്നു വരുന്നതിനെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് സരസ്വതി ഒരു കേവല ബിംബം മാത്രമല്ല. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്നു വരുന്ന അരിയെഴുത്തും അത്ര നിഷ്കളങ്കമായിരുന്നു. ഞാൻ അടുത്തിടെ ഒരു പുരോഗമന കൂട്ടരുടെ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. ആ പരിപാടി വളരെ അടുത്തത്. ആ പരിപാടി സെമിനാറിന്റെ സംഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായി. ആ ചോദ്യങ്ങളിലൊന്ന്, നമ്മൾ അരിയെഴുത്ത് അമ്പലങ്ങളിൽ പോയി ചെയ്യണ്ട എന്നല്ലേ ഉള്ളൂ, വായനശാലകളിൽ ഈ അരിയെഴുത്ത് നടത്താമല്ലോ എന്നുള്ളത്. സത്യത്തിൽ ഈ പുരോഗമനവാദികൾ കൊണ്ടു നടക്കുന്ന ഈ ഒരു കപടമായ ഒരു സവർണ ബ്രാഹ്മണ്യ പുതപ്പുണ്ടല്ലോ, അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. വായനശാലകളിലും നടത്തുന്ന എന്തുകൊണ്ടാണ്? ഈ ബ്രാഹ്മണ്യ ആചാര അനുഷ്ഠാനമാണ് വായനശാലകളിൽ നടത്തുന്നത്. എന്തിനാണ് അരി എഴുതുന്നത്? തന്നെയല്ല നമ്മുടെ സാംസ്കാരിക കേരളത്തിലെ നായകന്മാർ, ഇവരെല്ലാം തന്നെ വലിയ പുരോഗമനവും വിപ്ലവവും പറയുകയും നവരാത്രി ആഘോഷവേളയിൽ അമ്പലങ്ങളിൽ നിരന്നിരുന്ന് ഈ ബ്രാഹ്മണ്യ ഹിംസയെ സാധൂകരിക്കുന്ന രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിനീത വിധേയരായി കീഴ്പ്പെടുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ കീഴ്പ്പെടുന്നല്ല പറയേണ്ടത്, വളരെ ആഘോഷപൂർവ്വം അവരതിന്റെ ഭാഗമായി മാറുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുക.
അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇത് നടന്നു വരുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രക്രിയ ഈ രീതിയിൽ അടിമുടി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗുരുപൂർണിമ എന്ന് പറഞ്ഞ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ കേരളത്തിലെ വിദ്യാലയങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് അധ്യാപകരുടെ കാല് കഴുകുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. സംശയരഹിതമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ അധ്യാപകരല്ല, ഈ കാല് കഴുകാൻ കാല് നീട്ടിക്കൊടുക്കുന്ന അധ്യാപകരിൽ ഭൂരിഭാഗവും സവർണ വിഭാഗത്തിൽപ്പെട്ട വരേണ്യ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരാണ്. കാരണം ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിച്ചാൽ അറിയാം, അൺഎയ്ഡഡ് മേഖല എടുത്ത് പരിശോധിച്ചാൽ അറിയാം, അവിടെ അധ്യാപകരായിട്ടുള്ളതെല്ലാം ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? സവർണ വരേണ്യ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. അപ്പം അതിന്റെ അർത്ഥം കാല് കഴുകാൻ കാല് നീട്ടിക്കൊടുക്കുന്ന ആര് തന്നെയാണ്? ഈ വരേണ്യ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ പലതരത്തിൽ പിടിച്ചു മുറുക്കുന്ന രീതിയിൽ അയ്യങ്കാളിയുടെയും മഹാത്മാഭൂലെയുടെയും ഒക്കെ പോരാട്ടങ്ങളെ തമസ്കരിക്കുന്നതിനും നിർവീര്യമാക്കുന്നതിനും ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ സരസ്വതി ആവുന്നത്. ഇതാണ് ഇതിന്റെ ചരിത്രഹിംസ എന്ന് പറയുന്നത്. ചരിത്രത്തോട് ചെയ്യുന്ന ഹിംസ, ചരിത്രത്തെ തമസ്കരിക്കുക. മുമ്പത്തെ പോലെ അല്ല ഇപ്പോൾ. ബ്രാഹ്മണ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? ബ്രാഹ്മണ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത തങ്ങളെ എതിർക്കുന്ന ബിംബങ്ങളെ കൂടി വിഴുങ്ങാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ബ്രാഹ്മണ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഈ സവിശേഷതയെ ചരിത്ര പണ്ഡിതയായ വിജയനാഥ് വിശേഷിപ്പിച്ചത് ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്നാണ്, ബ്രാഹ്മണ്യ സ്വാംശീകരണം. ബ്രാഹ്മണ്യത്തിനെതിരെ നിലക്കൊണ്ട ബുദ്ധനെ വിഷ്ണുവിന്റെ അവതാരമാക്കി ബ്രാഹ്മണ്യം സ്വാംശീകരിച്ചു. കേരളത്തിൽ ഇപ്പോഴാകട്ടെ ബ്രാഹ്മണ്യത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത നാരായണ ഗുരുസ്വാമികളെ വിഷ്ണുവിന്റെ അവതാരമാക്കി മാറ്റി അവതാര പുരുഷനാക്കി മാറ്റുന്നു ബ്രാഹ്മണ്യം. ഈ രീതിയിൽ നാരായണ ഗുരുവിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ബുദ്ധനെ മുമ്പേ മാറ്റിയെടുക്കാനുള്ള ശ്രമം ബ്രാഹ്മണ്യം നടത്തിയിട്ടുണ്ട്. വാവരെ മാറ്റി വാവൂരിനെ കൊണ്ടുവന്ന് ശബരിമലയെ സമ്പൂർണ്ണ അർത്ഥത്തിൽ ബ്രാഹ്മണ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു, കീഴടക്കാൻ ശ്രമിക്കുന്നു. ഈ പല രീതിയിലുള്ള ഹിംസകൾ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ട് വേണം വിദ്യാഭ്യാസ മേഖലയിൽ നടന്നു വരുന്ന ഹിംസകളെ നോക്കിക്കാണാമെന്നാണ് വിപുലമായി ഇവിടെ സൂചിപ്പിച്ച ഇന്ത്യ രാമനാണ്. ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാകുന്നത് സരസ്വതി എന്ന് പറയുന്നത് കേവലം ഒരു പ്രതിതാണ്, കേവലം ഒരു ബിംബമല്ല, കേവലം ഒരു ചിത്രമല്ല. ആ ചിത്രം സൂചിപ്പിക്കുന്നത് ബ്രാഹ്മണ്യ ഹിംസയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ എന്താണ് ബ്രാഹ്മണ്യം എന്ന് നിർവചിക്കുന്നത്? അംബേദ്കർ പറയും, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ നിഷേധസ്ഥാനമാണ് ബ്രാഹ്മണ്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ നിഷേധസ്ഥാനമാണ് ബ്രാഹ്മണ്യം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയും. അപ്പൊ സരസ്വതി ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം മുതലായ ആശയങ്ങളെ സമ്പൂർണമായി നിരസിച്ചുകൊണ്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇന്ത്യയിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖ് മതവിശ്വാസികളും ബൗദ്ധരും ജൈനരും വിശ്വാസമൊന്നും ഇല്ലാത്തവരും ഒക്കെ കഴിയുന്ന ഒരു വൈവിധ്യമാർന്ന ഭൂപ്രദേശമാണ് ഇന്ത്യ എന്നത്. അവിടെ ബ്രാഹ്മണ ദൈവമായ സരസ്വതിക്ക് എന്ത് കാര്യം? വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഇന്ത്യ ഒരു സെക്യുലർ ദേശരാഷ്ട്രമാണ്. അപ്പൊ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യത്തെ തന്നെയാണ് ഈ സരസ്വതി ഈ കരിക്കുലം വെല്ലുവിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ തന്നെ സമ്പൂർണ്ണമായി അട്ടിമറിക്കുന്നതാണ് സരസ്വതിയുടെ ചിത്രം. മുസ്ലിങ്ങൾക്കും സരസ്വതി തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ക്രിസ്ത്യാനികൾക്കും സരസ്വതി തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? സിഖുകാർക്കും സരസ്വതിയുമായിട്ട് എന്താണ് ബന്ധം? ബൗദ്ധർക്ക് സരസ്വതിയുമായിട്ട് എന്താണ് ബന്ധം? അപ്പൊ ഇങ്ങനെ വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരുമായിട്ടുള്ള ധാരാളം ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ പോലൊരു പ്രദേശത്ത് ബ്രാഹ്മണരുടെ മാത്രം ദൈവമായ സരസ്വതിയെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പുറത്ത് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു അടിച്ചമർത്തൽ പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വം നടത്തുന്നത്. ഇതിനെതിരെ വലിയ സാംസ്കാരിക സമരം യഥാർത്ഥത്തിൽ ഉണർന്നു വരേണ്ടതായിട്ടുണ്ട്. ഈ സമരം ഉണർന്നു വരേണ്ടത് മറ്റൊരു സാഹചര്യത്തിലല്ല. നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ലിബറൽ പുരോഗമനകാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, രാമായണ മാസത്തിൽ രാമായണത്തെ വിമർശിക്കരുത്, അത് നിങ്ങൾ മറ്റെപ്പോഴെങ്കിലും വിമർശിക്കൂ. അതുപോലെ ഓരോ കാര്യങ്ങളും വരുമ്പോൾ ആ പുണ്യപുരാണ സ്ഥിതികളിലൊന്നും തന്നെ ഗ്രന്ഥങ്ങളെ വിമർശിക്കരുത്, ആചാരങ്ങളെ വിമർശിക്കരുത്, അനുഷ്ഠാനങ്ങളെ വിമർശിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ ഇവര് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം തന്നെ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. കർക്കിടക മാസത്തിൽ രാമായണത്തെ വിമർശിച്ചാൽ ആളുകളുടെയൊക്കെ വിശ്വാസത്തെ നോവിക്കുന്നതാവും എന്നാ പറയുന്നത്. നമ്മൾ നാരായണ ഗുരു ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. നാരായണ ഗുരുസ്വാമികൾ നേരിട്ട് ചെന്ന് താലികെട്ട് കല്യാണം മുടക്കിയ ഒരാളാണ് നാരായണ ഗുരു. നേരിട്ട് ചെന്നാണ് മുടക്കിയത് അദ്ദേഹം.
നേരിട്ട് എന്ന് മുടക്കി. അപ്പൊ ഇതാണ് കേരളത്തിലെ നവോത്ഥാന പാരമ്പര്യം എന്ന് പറയുന്നത്. കോത്തേരി കുഞ്ഞമ്പു അധ്യാത്മരാമായണ നിരൂപണം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിക്കൊണ്ടാണ് രാമായണത്തിന്റെ ഹിംസാത്മകമായ ബ്രാഹ്മണ പാരമ്പര്യത്തെ വെല്ലുവിളിച്ചത്. അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ കോട്ടയത്ത് തിരുനക്കര മൈതാനിയിൽ SNDPയുടെ വിശേഷ യോഗം നടക്കുമ്പോൾ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ രാമനാമം ജപിക്കാൻ ആഹ്വാനം ചെയ്ത ഘട്ടത്തിൽ രാവണാക്കീരെ വിളിച്ചുകൊണ്ടാണ് ഇതിനെ നേരിട്ടത്. അല്ലാതെ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തെ വേദനിപ്പിക്കാതെ വിമർശനം ഉന്നയിക്കാം എന്ന തന്ത്രമല്ല ഒരിക്കലും സഹോദരൻ അയ്യപ്പൻ സ്വീകരിച്ചത്. അപ്പൊ കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം പരിശോധിച്ചാൽ അറിയാം, വളരെ നേരിട്ടുള്ള സാംസ്കാരിക പോരാട്ടമാണ് ബ്രാഹ്മണ്യവുമായിട്ട് നാരായണ ഗുരുവും മഹാത്മാ അയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളൊരു ഇവിടെ ഈ സന്ദർഭത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട വിഷയം, പൊയ്കയിൽ അപ്പച്ചൻ പാടിയല്ലോ, ഹിന്ദു മതത്തിൻ പുറവഴിയെ നമ്മൾ അനാഥരെന്നപ്പോൾ സഞ്ചരിച്ചു. ഹിന്ദു മതത്തിന്റെ പുറവഴിയെ നമ്മൾ അനാഥരെന്നപ്പോൾ സഞ്ചരിച്ചു എന്ന് പറഞ്ഞതിലൂടെ മഹാനായ പൊയ്കയിൽ അപ്പച്ചൻ സരസ്വതിയെ നിഷേധിക്കുകയാണ് ചെയ്തത്. കാരണം ഈ സരസ്വതി തങ്ങൾക്ക് വിദ്യാഭ്യാസ അവകാശത്തെ പ്രദാനം ചെയ്തിട്ടില്ല എന്നാണ് ഹിന്ദു മതത്തിൻ പുറവഴിയെ ഞങ്ങൾ അനാഥരെന്നവൾ സഞ്ചരിച്ചു എന്നതിലൂടെ പൊയ്കയിൽ അപ്പച്ചൻ പ്രഖ്യാപിച്ചത്. അല്ലാതെ എല്ലാരെയും അകത്ത് പ്രവേശിപ്പിച്ചായിരുന്നെങ്കിൽ ഈ സരസ്വതി നല്ലതാണെന്ന് പൊയ്കയിൽ അപ്പച്ചൻ പാടുമായിരുന്നുണ്ട്. അങ്ങനെ അല്ലല്ലോ അപ്പച്ചൻ പാടുന്നത്. ഇത് പുറവഴിയാണ്. ഹിന്ദുമതം എന്ന് പറഞ്ഞ പുറവഴിയാണ്. പുറന്തള്ളൽ ഹിംസയുടെ പേരാണ് ഹിന്ദുമതം എന്നാണ് പൊയ്കയിൽ അപ്പച്ചൻ പാടിയത്. അതിന്റെ അർത്ഥം ഈ ബ്രാഹ്മണ ദൈവങ്ങളൊന്നും തന്റെ ജനതയെ വിദ്യാഭ്യാസത്തിനായിട്ടോ ഭൗതികാസ്പദങ്ങൾക്കായിട്ടോ സഹായിച്ചിട്ടില്ല എന്ന ചരിത്ര യാഥാർത്ഥ്യമാണ് പൊയ്കയിൽ അപ്പച്ചന്റെ പാട്ടുകളിൽ തിളങ്ങി നിൽക്കുന്നത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ വളരെ ആഴത്തിൽ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുമുണ്ട്. ഒരു സരസ്വതിയുമല്ല ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും വിദ്യാഭ്യാസം പ്രദാനം ചെയ്തത്. അത് പോരാടി നേടിയതാണ്, പൊരുതി നേടിയതാണ്. സരസ്വതി ഉള്ളം കയ്യിലോട്ട് വെച്ച് തന്നതല്ല ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും വിദ്യാഭ്യാസം എന്നുള്ളത്. പോരാടി നേടിയതാണ്. അതുകൊണ്ട് പോരാടി നേടിയതാണ് വിദ്യാഭ്യാസം എന്ന് പറയണം. അതുപോലെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. എനിക്ക് ഈ സമ്മേളനത്തോട് ആവശ്യപ്പെടാനുള്ളത്, ഈ നവരാത്രി നാളുകളിൽ ഇപ്പോൾ വരാൻ പോകുന്ന നവരാത്രി ആഘോഷഘട്ടത്തിൽ എഴുത്തിനിരുത്ത് വ്യാപകമായിട്ട് കേരളത്തിലെ സവർണ സാംസ്കാരിക നായകന്മാരുടെ നേതൃത്വത്തിൽ എഴുത്തിനിരുത്ത് നടത്തുന്ന ഘട്ടത്തിൽ പൊരുതി നേടിയതാണ് വിദ്യാഭ്യാസം എന്ന പേരിൽ വിപുലമായ ക്യാമ്പയിൻ നടത്താൻ നമ്മൾ തയ്യാറാണ്. വിപുലമായ ക്യാമ്പയിൻ നമ്മൾ ഈ സന്ദർഭത്തിൽ നടത്തണം. പൊരുതി നേടിയതാണ് വിദ്യാഭ്യാസം, പോരാടി നേടിയതാണ് വിദ്യാഭ്യാസം എന്ന പേരിൽ വളരെ വിപുലമായ തോതിൽ നമ്മൾ ക്യാമ്പയിൻ നടത്തണം. വിപുലമായ തോതിൽ സെമിനാറുകൾ നടത്തണം. അത് ഈ പറയുന്ന ദിവസം തന്നെ നമ്മൾ നടത്തണം. എഴുത്തിനിരുത്ത് ഈ കേരളത്തിലെ സവർണ സാംസ്കാരിക രംഗം എഴുത്തിനിരുത്ത് നടത്തുന്ന അതേ ദിവസം തന്നെ പൊരുതി നേടിയതാണ് വിദ്യാഭ്യാസം എന്ന പേരിൽ വിപുലമായ ക്യാമ്പയിനും ഒരു അഖില കേരള കോൺഫറൻസും തന്നെ നടത്തുന്ന രീതിയിലുള്ള ഒരു പോരാട്ട പാത നമ്മൾ വഴി തുറന്നിട്ടേ മതിയാവൂ എന്നുള്ളതാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ പുറത്തുള്ള പ്രധാനപ്പെട്ട ആഗ്രഹം. അങ്ങനെ മാത്രമേ നമുക്ക് ഇതൊരു സാധ്യതയായിട്ട് വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റൂ. ഈ സാധ്യത നമ്മൾ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഇതെല്ലാം നമ്മളൊന്ന് കേട്ട് വിഴുങ്ങുന്നവരും ഇതെല്ലാം തന്നെ അംഗീകരിക്കുന്നവരുമാണ് എന്നുള്ളത് നമ്മൾ ഈ ആളുകളും അങ്ങനെ തെറ്റിദ്ധരിച്ചു. ഈ സരസ്വതി വന്നല്ലോ, ഈ സരസ്വതി വന്നപ്പോൾ കേരളത്തിലെ എത്ര സാംസ്കാരിക നായകന്മാർ അതിനെതിരെ പ്രതികരിച്ചു? ആർക്കും മിണ്ടാട്ടമില്ല, മിണ്ടില്ല. രാമൻ ജഗദാനന്ദ കാരകനായിട്ടുള്ള ആളുകൾ രാമൻ സരസ്വതിക്കെതിരെ മിണ്ടുവോ? കൃഷ്ണൻ സബ്വേഷി പൊട്ടലിച്ചുള്ള ദൈവമാണെന്ന് കരുതുന്നവർ ഈ സരസ്വതിക്കെതിരെ മിണ്ടില്ല. സരസ്വതി മതേതര സങ്കല്പമാണെന്ന് ഇവർ പ്രബന്ധം എഴുതും. സരസ്വതി മതേതര ദൈവമാണെന്ന് പറയുന്നതിന് സരസ്വതി മതേതര ദൈവമല്ലെന്നും അത് ബ്രാഹ്മണരുടെ മാത്രം ദൈവമാണെന്നും ബ്രാഹ്മണർക്ക് മാത്രം ഐശ്വര്യം കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മാത്രം വിദ്യ കൊടുക്കുന്ന ഒരു ദേവതയാണ് ഈ സരസ്വതി എന്ന് നമ്മൾ പറയുന്നത്. ഈ മഹാലക്ഷ്മി കുറെ കാലങ്ങളായിട്ട് ഇന്ത്യയിലുണ്ടല്ലോ. ഈ മഹാലക്ഷ്മി അല്ല ഇന്ത്യയിലെ ദളിതരുടെ ആദിവാസികളുടെയും ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ രക്ഷിച്ചെടുത്തത് മഹാലക്ഷ്മി അല്ല. അത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുണ്ടായ ഇന്ത്യൻ ഭരണഘടന ഉള്ളത് കൊണ്ടാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായതിന് ഇന്ത്യൻ ജനതയെ ആ അർത്ഥത്തിൽ അനുഗ്രഹിച്ചത്. കോട്ടാൻകോട്ടിലാണ് ഞാൻ അനുഗ്രഹിച്ചതെന്ന് പറയുന്നത്. രക്ഷിച്ചത് ഇന്ത്യൻ ഭരണഘടനയാണ്. എവിടെയായിരുന്നു ഈ സരസ്വതി മഹാലക്ഷ്മിയൊക്കെ? ഈ സരസ്വതി മഹാലക്ഷ്മി ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യയിലെ ജനതയെ രക്ഷപ്പെടുത്താൻ. എല്ലാവരും പുഴുക്കളെ പോലെ ചത്തുപോകുന്ന ഘട്ടത്തിൽ
പുഴുക്കളെ പോലെ മനുഷ്യരെ കണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ മനുഷ്യരെ ആത്മാഭിമാനമുള്ള തുല്യ പൗരരാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്തിയത് സരസ്വതിയും മഹാലക്ഷ്മിയും അല്ല. അത് മഹാത്മാ അയ്യങ്കാളി, മഹാത്മാ ഭൂലെയും നാരായണ ഗുരുവും പൊയ്കേലപ്പച്ചനും ഡോക്ടർ ബി.ആർ. അംബേദ്കറും അംബേദ്കറുടെ നേതൃത്വത്തിലുണ്ടായ ഇന്ത്യൻ ഭരണഘടനയുമാണ് നമ്മളെ രക്ഷിച്ചെടുത്തത്. സരസ്വതിയല്ല. ഇങ്ങനെ നമ്മൾ കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ചെറിയൊരു കാര്യമല്ല സരസ്വതി എന്ന് പറയുന്ന ചിത്രത്തിലൂടെ ചെറിയൊരു കാര്യമല്ല അവതരിപ്പിക്കപ്പെടുന്നത്. ഭീകരമായൊരു ചരിത്ര നിരാസമാണ്. സരസ്വതിയുടെ ബിംബം ശ്രമിക്കുന്നത് അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും നേതൃത്വത്തിൽ നടന്ന വിദ്യാഭ്യാസ പോരാട്ടത്തെ തമസ്കരിക്കാനുള്ള ചരിത്ര നിരാസത്തിന്റെ ഭാഗമായിട്ടാണ് സരസ്വതി ഇപ്പോൾ കരിക്കുലത്തിന് മുകളിൽ വന്നത്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. എങ്ങനെയാണോ ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് അവിടെ രാമനാണെന്ന് പറഞ്ഞത്, അതുപോലെയാണ് ഇപ്പോൾ മഹാത്മാ അയ്യങ്കാളിയല്ല, അയ്യങ്കാളിക്ക് പകരം സരസ്വതിയാണ് വിദ്യാഭ്യാസം നൽകിയത് എന്ന് പറയുന്നതിലൂടെ ബാബറി മസ്ജിദ് എപ്രകാരമാണോ തകർത്തത്, ആ രീതിയിൽ മഹാത്മാ അയ്യങ്കാളി രചിച്ച വീര ചരിത്രത്തെ തമസ്കരിക്കാനാണ് ആര് ശ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ സരസ്വതിയുടെ ബിംബം ശ്രമിക്കുന്നത്. രണ്ടും നമ്മൾ കുറച്ച് ആഴത്തിൽ പരിശോധിക്കണം. മറ്റു ചില വിഷയങ്ങൾ കൂടി ഈ കരിക്കുലത്തിൽ പറയുന്നത്. അതിൽ ഒന്ന്, വേദങ്ങളിൽ ലോഹശാസ്ത്രം ഉണ്ടായിരുന്നു. വേദങ്ങളിൽ ലോഹശാസ്ത്രം. ദയാനന്ദ സരസ്വതി പറയും ഋഗ്വേദത്തിൽ വെടിയുണ്ടയെ പറ്റി പരാമർശം ഉണ്ടായിരുന്നു എന്ന് ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശത്തിലുണ്ട്. ആചാര്യ M.R. രാജേഷ് അദ്ദേഹത്തിന്റെ വേദങ്ങളിലെ ശാസ്ത്രദീപ്തി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വേദങ്ങളിൽ വെടിയുണ്ട ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, വേദങ്ങളിൽ കമ്പിത്തവാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. വേദങ്ങളിൽ വെടിയുണ്ട ഉണ്ടാകുന്നതിന് എന്തിനാണ് ഈ ആര്യബ്രാഹ്മണര് അമ്പും വില്ലുമായിട്ട് നടന്നത്? എന്തിനാണ് അമ്പും വില്ല്? വെടിയുണ്ട പോരായിരുന്നു. നമ്മളിപ്പോഴും മഹാഭാരതം സീരിയലും രാമായണം സീരിയലും കാണുമ്പോൾ അമ്പും വില്ലുമായിട്ട് നടക്കുന്നത്. വേദങ്ങളിൽ വെടിയുണ്ട ഉണ്ടായിരുന്നെങ്കിൽ രാമനും സീതയും ഒക്കെ തന്നെ കാട്ടിൽ പോകുമ്പോ എന്തിനാണ് അമ്പും വില്ലും കൊണ്ട് നടന്നത്? വെടിയുണ്ട പോരായിരുന്നു. അപ്പൊ മനുഷ്യരുടെ ചരിത്രധാരണങ്ങളെ സമ്പൂർണമായിട്ട് കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യും. വെടിയുണ്ട ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു വലിയ രീതിയിലുള്ള ലോകശാസ്ത്രം വികസിക്കണം. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. NEP പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ നോട്ട് സർവകലാശാലകൾക്ക് പഠിക്കുന്നതിന് വേണ്ടി കൊടുക്കുകയാണ്. ഇത് ഫാക്കൽറ്റികൾക്ക്. അതിനകത്ത് പറയുന്നത് കർപ്പൂരമഞ്ജരി എന്നും മറ്റോ പേരായ ഒരു സംസ്കൃത ഗ്രന്ഥം. അതിനകത്ത് ലബോറട്ടറിയെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ലബോറട്ടറി ഒന്ന് ആലോചിച്ച് നോക്ക്. ലബോറട്ടറി എന്താണെങ്കിൽ എന്തൊക്കെ ആധുനികമായ സാങ്കേതിക വിദ്യകൾ വികസിച്ചു വന്നു. കണ്ണു അടച്ച് തപസ് ചെയ്യുന്ന മഹർഷിമാര് ലബോറട്ടറി കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മനുഷ്യരുടെ എല്ലാം തലയിൽ ചാണകമാണ് എന്നാണ് ഇവർ കരുതുന്നത്. ചാണകമാണ് എന്നാണ് കരുതുന്നത്. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം ഡൽഹിയിൽ ഒരു ആശുപത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ആ ആശുപത്രിയുടെ ഉദ്ഘാടന സന്ദർഭത്തിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് ഈ കർണന്റെ ജനനം, അതുപോലെ തന്നെ ഗണപതിയുടെ ഉൽപ്പത്തി, ഇതൊക്കെ തന്നെ പ്ലാസ്റ്റിക് സർജറിയുടെ അടയാളമാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അതുപോലെ തന്നെ കൗരവരുടെ ജനനം, അത് ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ ഉണ്ടാകുന്നതിന്റെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണമാണ് കൗരവരുടെ ഉൽപ്പത്തി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. നോക്കൂ, ശാസ്ത്ര കോൺഗ്രസിൽ ഇന്ത്യയെ നയിക്കുന്ന രീതിയിൽ, ഇന്ത്യയെ മുന്നോട്ടെടുക്കുന്ന രീതിയിൽ നെഹ്റു ശാസ്ത്ര കോൺഗ്രസിൽ ഒരു ആധുനിക ജനാധിപത്യ മൂല്യം ഉൾക്കൊണ്ട പ്രഭാഷണം നടത്തുന്ന ഒരു കാലത്ത് നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് എത്തുമ്പോൾ ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറി ആണെന്ന് പറയുകയും കൗരവരുടെ ജനനം ടെസ്റ്റ് ട്യൂബ് ശിശുക്കളുടെ ആദ്യത്തെ പ്രാഥമിക പാഠവും പ്രാഥമിക ഉദാഹരണവുമാണ്, ഈ പ്രഥമ ഉദാഹരണവുമാണ് എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതാണ്. നരേന്ദ്രമോദി അധികാരത്തിലേറ്റതിനു ശേഷം ഇതിഹാസ സങ്കലൻ യോജന എന്ന് പേരായ ഒരു സംഘടന, ഒരു പ്രസ്ഥാനം, അവര് 2014 വളരെ ശക്തമായി വാദിക്കാൻ തുടങ്ങിയത് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയവരല്ല എന്നും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയവരാണ് ആര്യന്മാരെന്ന വാദമാണ് ഒരു പ്രധാനമായിട്ട്. രാമായണത്തെയും മഹാഭാരതത്തെയും ഒക്കെ ചരിത്രവൽക്കരിക്കാനാണ്
ഇതിഹാസ സങ്കലന യോജനയുടെ പ്രവർത്തകർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ ഹരിദ്വാറിൽ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പാഠപുസ്തകങ്ങളും ഹിന്ദുത്വ നേതൃത്വത്തിൽ വ്യാപകമായിട്ട് വിതരണം ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ചരിത്രവിരുദ്ധവും വസ്തുതാവിരുദ്ധവുമായ ധാരാളം ആശയങ്ങളാണ് നിരന്തരം കുത്തിച്ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ആശയങ്ങൾ കുത്തിച്ചെലുത്തുന്നത്. ഇപ്പൊ ആധുനികമായ വിദ്യാഭ്യാസ പ്രക്രിയകളെ സമ്പൂർണ്ണം അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല സമ്പൂർണ്ണമായി മാറിത്തീർന്നിരിക്കുകയാണ്. സമ്പൂർണ്ണമായി മാറിത്തീർന്നിരിക്കുക. ദേശീയ വിദ്യാഭ്യാസമായിട്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ നോളജ് സിസ്റ്റം, ഇന്ത്യൻ ജ്ഞാന പാരമ്പര്യം എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന എന്താണ്? സംസ്കൃത ജ്ഞാന പാരമ്പര്യമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ബുദ്ധിസത്തിനോ ജൈനിസത്തിനോ ഒന്നും തന്നെ യാതൊരു പ്രാധാന്യവും ഈ ഇന്ത്യൻ നോളജ് സിസ്റ്റം കൊടുക്കുന്നില്ല എന്നതാണ്. നാമമാത്രമായ ചില പരാമർശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സംസ്കൃതവും ബ്രാഹ്മണികവുമായ വിശ്വാസ പാരമ്പര്യങ്ങൾക്കും മേൽക്കൈ കിട്ടുന്ന രീതിയിലാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ആ സങ്കല്പം തന്നെ രൂപീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ഒരു ജോഗ്രഫിയെ പറ്റി ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ പറയുന്നില്ല. ജിയോഗ്രഫിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനുള്ളിൽ ഗോവർദ്ധനവും കൈലാസവുമാണ് ഈ പറയുന്ന ഇന്ത്യൻ ജോഗ്രഫിയുടെ പ്രധാന ഭാഗമായിട്ട് പഠിക്കാനുള്ളത്, അല്ലെ പഠിപ്പിക്കാനുള്ളത്. അപ്പൊ ഇന്ത്യയിലെ വ്യത്യസ്ത ഭൂപ്രദേശങ്ങളെയെല്ലാം തമസ്കരിക്കുകയും ഗോവർദ്ധനത്തിലേക്കും കൈലാസത്തിലേക്കും ഇന്ത്യയുടെ ജോഗ്രഫി ചുരുക്കുകയും ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ പറയുന്ന പുണ്യപ്രദേശങ്ങളെന്ന് സങ്കല്പിക്കപ്പെടുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ച പരാമർശം വരുമ്പോൾ അജ്മീറിനെ പറ്റിയുള്ള പരാമർശം എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത്? അജ്മീർ എന്തുകൊണ്ടാണ് തമസ്കരിക്കപ്പെടുന്നത്? മുഗൾ കാലഘട്ടത്തിലുണ്ടായ വൈജ്ഞാനികമായ കുത്തൊഴുക്കിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം സമ്പൂർണ്ണമായിട്ട് മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് മുഗൾ കാലഘട്ടത്തിലുണ്ടായ നേട്ടത്തെ പറ്റി ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം യാതൊന്നും സംസാരിക്കാത്തത്? സംസ്കൃത സാഹിത്യ സൈദ്ധാന്തികനും പണ്ഡിതനും ഷാജഹാന്റെ സദസ്യനുമായിരുന്ന പണ്ഡിതരാജ് ജഗന്നാഥൻ പറയും, ദില്ലി പല്ലവ പാണി പല്ലവലത് മൂതം നവീനം മയകം. ദില്ലി രാജാവായ ഷാജഹാന്റെ കാലത്ത്, ആ ദില്ലി രാജാവിന്റെ കാലം, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എല്ലാം പുതുതായിരുന്നു, എല്ലാം പുതുതായി ഭവിച്ചു. അദ്ദേഹത്തിന് ഒരു ഹിന്ദു രാജാവ്, കോട്ടാങ്കുടി ഹിന്ദു രാജാവ് ഈ പണ്ഡിതരാജ് ജഗന്നാഥന് കത്തയച്ചു. ഷാജഹാന്റെ സദസ്സത്തിൽ നിന്നും ഷാജഹാന്റെ കൊട്ടാരം വിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് വരണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഈ രാജാവ് പണ്ഡിതരാജ് ജഗന്നാഥനോട് ആവശ്യപ്പെട്ടത്. ജഗന്നാഥൻ ഷാജഹാന്റെ സദസ്യനായി. ജഗന്നാഥൻ ഒരു മറുപടി കൊടുത്തു. അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: എന്നെ ക്ഷണിക്കുന്ന മറ്റ് ഹിന്ദു രാജാക്കന്മാർക്ക് എനിക്ക് പച്ചക്കറിക്ക് ഉപ്പിനുമുള്ള പൈസ മാത്രം നൽകാനേ കഴിയൂ. എന്റെ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു തരുവാൻ മുഗൾ രാജാക്കന്മാർക്ക് മാത്രമേ, ഷാജഹാന് മാത്രമേ കഴിയൂ എന്നാണ് പണ്ഡിത ജഗന്നാഥൻ വിജയിക്കുന്നത്. അദ്ദേഹത്തിന്റെ രസഗംഗാധരം എന്ന് പറയുന്ന കൃതിയിലും ഈ കാര്യം വളരെ കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നും മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഉയർന്ന GDP, ആ കാലഘട്ടത്തിലുള്ള പുരോഗമനപരമായ മാറ്റം, ആ കാലഘട്ടത്തിലുള്ള ഭൗതികാസ്പദങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പണ്ഡിതരാജ് ജഗന്നാഥന്റെ വർണ്ണനയിലാണ്. സാൻസ്ക്രിറ്റ് ആൻഡ് കൾച്ചർ ഓഫ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന വിഖ്യാതമായ ഓഡ്രി ക്രിസ്റ്റിയുടെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ആ കാലഘട്ടത്തിൽ സ്വർണമായും വെള്ളിയായും ഒക്കെ ദാനമായി ഏറ്റുവാങ്ങിയത് ബ്രാഹ്മണരാണ് എന്ന് ഓഡ്രി ക്രിസ്റ്റി വ്യക്തമാക്കുന്നത്. ഈ ബ്രാഹ്മണരും സവർണരും ഇത്രയധികം ധനവും പണവും വെള്ളിയും ഒക്കെ ദാനമായിട്ട് സ്വീകരിച്ചൊരു കാലഘട്ടത്തെയാണ് ഹിന്ദുത്വവാദികൾ ഇരുണ്ട കാലഘട്ടം എന്ന് വിശേഷിക്കുന്നത്. ഇത് വിദ്യാഭ്യാസത്തെ പുറന്തള്ളൽ ഹിംസയുടെ ഭാഗമാക്കി മാറ്റുന്നതിന്റെ ഒരു ചരിത്ര സന്ദർഭമാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമായത്. ചുരുക്കി പറഞ്ഞാൽ കെമിസ്ട്രിയുടെ ഈ പാഠഭാഗം, ലോഹശാസ്ത്രവും ഇന്ത്യൻ ചിന്തകന്മാരെന്ന നിലയ്ക്ക് വ്യാസനെയും വാൽമീകിയെയും ഒക്കെ അവതരിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ചരിത്രത്തെ കേവലം ഒരു മെത്തിക്കലായ അതിഭൗതികമായ ഒരു പ്രക്രിയ മാത്രമാക്കി മാറ്റിത്തീർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വ്യാസനെ ഈ ഒരു ചിന്തകനായിട്ട് അടയാളപ്പെടുത്തുന്നതിന്റെ പ്രശ്നം? ആരൊക്കെ പരിശോധിക്കുന്ന ഒരു പ്രശ്നമാണ്. മഹാഭാരതത്തെ മുൻനിർത്തിയാവാം വ്യാസനെ ഒരു ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചിന്തകനാക്കി അടയാളപ്പെടുത്തുന്നത്. എന്ത് ചിന്തയാണ് വ്യാസനെ അവതരിപ്പിച്ചിട്ടുള്ളത്? മഹാഭാരതത്തിലെ ഭരണത്തെ പറ്റി പറയുമ്പോൾ ശന്തനുവിന്റെ, പരീക്ഷത്തിന്റെ ഒക്കെ ഭരണം മെച്ചപ്പെട്ട ഭരണമായിട്ട് മഹാഭാരതം അവതരിപ്പിക്കുന്നത് അതൊക്കെ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭരണമായതുകൊണ്ടാണ് ഉത്തമ ഭരണമായി അറിയപ്പെടുന്നത് എന്നാണ് ആര് പറയുന്നത്? വ്യാസന്റെ മഹാഭാരതത്തിൽ.
അപ്പൊ ചിന്തകനായിട്ട് വ്യാസം കടന്നു വരിക. ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ടപരാക്രമം, പശുവിന്റെയും ബ്രാഹ്മണന്റെയും ഹിതത്തിനായിട്ട് താടകയെ കൊല്ലണം എന്ന് രാമനെ ഉപദേശിക്കുന്ന രാമായണം എഴുതിയ വാൽമീകി ചിന്തകനാണ്. ശൂദ്രന്റെ കഴുത്ത് വെട്ടാൻ ഒരുമ്പെടുന്ന രാമന്റെ ചിത്രം അവതരിപ്പിക്കുന്ന വാൽമീകി രാമായണം എഴുതിയ വാൽമീകി എങ്ങനെയാണ് ആധുനിക സമൂഹത്തിന്റെ ചിന്തകനാകുന്നത്? ഇവരൊന്നും ആധുനിക നാരദ സ്മൃതി എന്ന പേരിൽ സ്മൃതി ഗ്രന്ഥങ്ങൾ എഴുതിയെന്ന് അറിയപ്പെടുന്ന ഒരു മിത്തിക്കൽ കഥാപാത്രം എങ്ങനെയാണ് ആധുനിക ഇന്ത്യയുടെ വിമോചന ചിന്തകനാകുന്നത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ മിത്തിക്കലായ കഥാപാത്രങ്ങളെയൊക്കെ തന്നെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ ചരിത്രത്തെ മറ്റൊന്നാക്കി മാറ്റി തീർക്കുന്ന വളരെ വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നു വരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ വേദിക് മാത്തമാറ്റിക്സ്, വേദങ്ങളിൽ എവിടെ പരിശോധിച്ചാലും നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വൈദികമായ ഗ്രന്ഥങ്ങളിൽ ഇന്ന് പറയുന്ന രീതിയിലുള്ള കണക്കുകളുടെ ഒന്നും സൂക്ഷ്മമായ ഗണന പ്രക്രിയകളൊന്നും തന്നെ കാണാം. ശതം എന്നൊക്കെയുള്ള വാക്കുകളും സഹസ്രം എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര വാക്കുകളൊന്നും വളരെ കൃത്യമായിട്ട് ഇന്ന് ഉപയോഗിക്കുന്ന രീതിയിൽ 1000 എന്നുള്ള ആ ഒരു സംഖ്യയെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുള്ളതല്ല. ധാരാളം എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് അവിടെ ശതവും സഹസ്രവും ഒക്കെ കടന്നു വരുന്നത്. വളരെ പിൽക്കാലത്താണ് ഈ വൈദികമായ ശതം സഹസ്രം മുതലായ പദങ്ങൾ വളരെ പിൽക്കാലത്താണ് കൃത്യമായ എണ്ണൽ പ്രക്രിയയായി മാറുന്നത്. വളരെ പിൽക്കാലത്താണ്. തന്നെയല്ല, നമ്മൾ ശുൽഭസൂത്രങ്ങളെയൊക്കെ മുൻനിർത്തി, ഗൃഹ്യസൂത്രങ്ങളെയൊക്കെ മുൻനിർത്തി വൈദികാര്യന്മാർ വലിയ ഗണിത പണ്ഡിതന്മാരായിരുന്നു എന്നൊക്കെ പറയാനുള്ള ശ്രമമുണ്ട്. യഥാർത്ഥത്തിൽ ഇഷ്ടിക ഉണ്ടാക്കിയത്, അതിനെ കണക്കുണ്ടാക്കിയത് ഒന്നും തന്നെ ഈ ബ്രാഹ്മണരായിരുന്നു. അതൊക്കെ തന്നെ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അറിയാം, ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളാണ് ഈ ഇഷ്ടിക നിർമ്മാണവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ് അവരുടെ പെർഫെക്റ്റ് ബേസിക് ബൈക്കോഡിൽ ഇക്കാര്യം വളരെ വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇഷ്ടിക ഉണ്ടാക്കിയത് ബ്രാഹ്മണരൊന്നും അല്ല, അത് തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അറിവായിരുന്നു. ആ അറിവിനെ ഇവർ യാഗം ചെയ്യുന്നതിനുള്ള ഒരു ഹോമകുണ്ടമാക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അറിവിനെ ബ്രാഹ്മണൻ സാംശീകരിച്ച് ഉപയോഗപ്പെടുത്തി. അതുപോലെ തന്നെ കേരളത്തിൽ ആരാണ് കൃഷി ചെയ്തത്? കേരളത്തിൽ ആരാണ് കൃഷി കൊണ്ടുവന്നത്? തദ്ദേശ ജനവിഭാഗങ്ങളായ ദളിതരുടെയും ആദിവാസികളുടെയും ബഹുജനങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ കൃഷിയാണ്. പക്ഷേ കേരളത്തിലെ ചരിത്രകാരനായ രാജൻകുരുക്കൾ പറയുന്നത് കേരളത്തിലേക്ക് വന്ന ആര്യബ്രാഹ്മണരാണ് കേരളത്തിൽ കൃഷി കൊണ്ടുവന്നത്. അപ്പൊ ചരിത്രപരമായിട്ട് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമില്ലാതെയാണ് രാജൻകുരുക്കളെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ചരിത്രം എന്ന രീതിയിൽ മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട തിരുവല്ല ഗ്രന്ഥവരിയിലും തിരുപ്പുലി ഗ്രന്ഥവരിയൊക്കെ പരിശോധിച്ചാൽ അറിയാം. ഒരു ഉദാഹരണമായിട്ട് നമുക്ക് തിരുവല്ല ഗ്രന്ഥവരി മാത്രം എടുക്കാം. തിരുവല്ല ഗ്രന്ഥവരി പറയും, മുഹൂർത്തം വാമനപ്പണിക്ക് പണം ഒന്നാണ്, മുഹൂർത്തം പാടകശ്ശേരിക്ക് പണം ഒന്നാണ്. അപ്പൊ ആരാണ് ഈ വാമനപ്പണിക്കർ? ആരാണ് ഈ പാടകശ്ശേരി? അപ്പൊ ഇതൊക്കെ അബ്രാഹ്മണ ജനവിഭാഗങ്ങളാണ്. അവരുടെ ആയിരുന്നു ജ്യോതിഷവും ജ്യോതിഷ വിജ്ഞാനം അതിന്റെ ഘടനാ രൂപങ്ങളും ഒക്കെ. അത് അബ്രാഹ്മണ ജനവിഭാഗങ്ങളാണ് ഈ ഗണിതവും ജ്യോതിഷമൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിൽ കുറയന്നൂർ നമ്പൂതിരി പറഞ്ഞ മുഹൂർത്ത പദവി ഭാഷ്യം ലഭിക്കപ്പെടുമ്പോൾ അതിൽ നമ്മൾ കാണുന്ന എന്താണ്? വളരെ കൃത്യമായിട്ട് മുഹൂർത്ത പദവി ഭാഷ്യത്തിൽ പറയും, അബ്രാഹ്മണ ജനവിഭാഗങ്ങൾ ഇനിയും ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ പാടില്ല, അത് ബ്രാഹ്മണ ധർമ്മമാണ്. ഇത് വാസ്തുവിദ്യയുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. ആരാണ് ഇന്ത്യയിലെ കേരളത്തിലെ വലിയ ക്ഷേത്രങ്ങൾ പണിതത്, വലിയ കൊട്ടാരങ്ങൾ, കോട്ടകൾ, കൊട്ടളങ്ങളൊക്കെ പണിതുയർത്തത് ആരാണ്? അത് ആശാരിയും മൂശാരിയും കല്ലനും കൊല്ലനും പഞ്ചകമ്മാളന്മാരും അധ്വാനവർഗ ജനവിഭാഗമാണ് ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അവരുടെ അറിവ് രൂപങ്ങളെ ബ്രാഹ്മണ്യം എന്താക്കി മാറ്റി? ബ്രാഹ്മണ്യ സംസ്കൃതത്തിന്റെ ഗ്രന്ഥം രചിച്ച് വാസ്തുശാസ്ത്രമാക്കി മാറ്റി. അറിവിനെ ചാണകവൽക്കരിച്ചു. നമ്മളിനി ഞാൻ അറിവിനെ ചാണകവൽക്കരിച്ചു എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായ ചില കാരണങ്ങളുണ്ട്. കാരണം ഈ വിദ്യയെ സ്വാംശീകരിച്ചിട്ട് ചാണകമാക്കി മാറ്റി. എങ്ങനെയാണ് ചാണകമാക്കി മാറ്റിയത് എന്ന് വിശദീകരിക്കാം. അതായത് വാസ്തുവിദ്യ അതിന്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് വാസ്തുശാസ്ത്ര ഗ്രന്ഥം രചിച്ചു. പക്ഷേ ആ ഗ്രന്ഥങ്ങൾ ഏത് വാർത്തയിലാണ് ഉണ്ടാക്കിയത്? ചാതുർവർണ്ണ്യത്തിന്റെ വാർപ്പിനകത്താണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാണ്. മരങ്ങളെ തന്നെ ബ്രാഹ്മണ മരം, ക്ഷത്രിയ മരം, വൈശ്യമരം, ശൂദ്രമരം ഇങ്ങനത്തെ മയമതം തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിയെ തന്നെ
ബ്രാഹ്മണ ഭൂമി, ക്ഷത്രിയ ഭൂമി, വൈശ്യഭൂമി, ശൂദ്രഭൂമി തരംതിരിച്ചിട്ടുണ്ട്. ഈ ഭൂമിയുടെ ലക്ഷണം അനുസരിച്ച് മാത്രമേ ആളുകൾ താമസിക്കാവൂ എന്ന മനുഷ്യാലയേന്ദ്രിയും മയമതവും പറയുന്നുണ്ട്. ബ്രാഹ്മണൻ വീട് പണിയുമ്പോൾ മറ്റുള്ള ജാതിക്കാരെല്ലാം തന്നെ മരങ്ങൾ ചുമടായി ബ്രാഹ്മണന്റെ വസ്തു എത്തിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് മയമതം. ശൂദ്രൻ വീട് പണിയുമ്പോൾ അയാൾ സ്വയം ചുമന്നുകൊണ്ട് പൊക്കോണം, അയാളെ ആരും സഹായിക്കാൻ പാടില്ല എന്നാണ് മയമതം വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം അസഹിഷ്ണുതയാണ് ഈ ബ്രാഹ്മണ്യത്തിൽ മറ്റുള്ളവരോടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അടിസ്ഥാനപരമായി ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണ്യം അടിസ്ഥാനപരമായി ഇന്ത്യയിൽ അപരത്വത്തിന്റെ വേര് കിടക്കുന്നത് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിലാണ്. ഇന്ത്യൻ ബ്രാഹ്മണ്യം സാഹോദര്യത്തെയും സമത്വത്തെയും സ്നേഹത്തെയും അംഗീകരിക്കുന്നില്ല. ഇന്ത്യയിൽ മനുഷ്യർക്കിടയിലുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു ബ്രാഹ്മണ്യമാണ്. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നത് ബ്രാഹ്മണ്യം അംഗീകരിക്കുന്നില്ല. ബ്രാഹ്മണ്യത്തിന് അതിനോട് കടുത്ത അസഹിഷ്ണുതയുണ്ട്. അപ്പൊ ഇന്ത്യൻ അപരത്വത്തിന്റെ വേര് ബ്രാഹ്മണ്യമാണ്. ആ അസമത്വത്തിന്റെ വേരായ ബ്രാഹ്മണ്യമാണ് വർത്തമാനകാല ഇന്ത്യയിൽ സരസ്വതിയായി വിദ്യാഭ്യാസ പ്രക്രിയയിൽ തൊട്ടുകൂടായ്മയായി നിലനിർത്തുന്നത്. ഈ സരസ്വതിയാണ്, ഈ കരിക്കുലത്തിൽ കാണുന്ന സരസ്വതിയാണ് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ കോളേജുകളെ എല്ലാം ബാധിച്ചിരിക്കുന്നത്. കാരണം സരസ്വതി ബ്രാഹ്മണരുടെയും ത്രൈവർണികരുടെയും മാത്രം ദൈവമാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളെയൊക്കെ തന്നെ ബ്രാഹ്മണ്യ കോട്ടകളായി മാറ്റി തീർത്തിരിക്കുന്നു യഥാർത്ഥത്തിൽ. അത് ഈ സരസ്വതി പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. ഇന്ത്യയിലെ സരസ്വതി പാരമ്പര്യം വിദ്യാഭ്യാസ പ്രക്രിയകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അടഞ്ഞ ഒന്നായി മാറ്റി തീർത്ത ഘട്ടത്തിൽ അതിനെ തുറന്നതും അഴിച്ചു വെച്ചതും വിമോചനാത്മകമായി തുറന്നിട്ടതും മഹാത്മാ ഭൂലെയും മഹാത്മാ അയ്യങ്കാളിയും. അപ്പൊ യഥാർത്ഥത്തിൽ സരസ്വതി എന്താണ് ചെയ്തത്? സരസ്വതി വിദ്യാഭ്യാസത്തെ അടച്ചു. ആ അടച്ച വിദ്യാഭ്യാസത്തെ എല്ലാവർക്കുമായി തുറന്നു കൊടുത്തത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ജനാധിപത്യവൽക്കരിച്ചത്, സമൂഹത്തിൽ ഭാവനയോടുകൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, പ്രക്രിയകളെ മാറ്റി തീർത്തത് മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു സ്മരണയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ആഴത്തിൽ തിരിച്ചറിയേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഓരോ സ്മരണകളിലൂടെ കടന്നുപോകും. അദ്ദേഹത്തിന്റെ മഹത്തായ വിടവാങ്ങലിനെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നം ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിൽ പിടിമുറുക്കിയ ബ്രാഹ്മണ്യ ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയത്തെയാണ്. അയ്യങ്കാളിയെ മുൻനിർത്തി ഈ ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാനും തടയുവാനുമുള്ള ഒരു വിമോചനാത്മകമായ വഴി സൃഷ്ടിച്ചെടുക്കുന്നതിലൂടെ മാത്രമേ കേരളത്തിൽ പിടിമുറുത്തിയിരിക്കുന്ന സവർണ ഒളിഗാർക്കിയെ നമുക്ക് തടയുവാനും നമ്മുടെ സമൂഹത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാനും നമുക്ക് കഴിയൂ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതിന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വരാൻ പോകുന്ന ഒക്ടോബർ മാസത്തിലാണ് ഈ നവരാത്രി എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നത്. യഥാർത്ഥത്തിൽ 9 ദിവസമായിട്ട് നടക്കുന്ന ഈ പരിപാടികൾ നമ്മൾ ഇപ്പോൾ നടക്കുന്നത് പോലെ 9 ദിവസം ഇതിനെതിരെയുള്ള പരിപാടികൾ നമ്മൾ നടത്തണം. വളരെ ആഴത്തിൽ, പ്രത്യേകിച്ച് എഴുത്തുനിരുത്തെന്ന് പറയുന്ന പരിപാടി നടക്കുന്ന അവസരത്തിൽ കേരളത്തിലെ സവർണ സാംസ്കാരിക രംഗം മുഴുവനായി ഇതിന്റെ വാഴ്ത്തുപാട്ടുകാരായി മാറും. ആ അവസരത്തിൽ പോരാടി നേടിയതാണ് വിദ്യാഭ്യാസം, പൊരുതി നേടിയതാണ് വിദ്യാഭ്യാസം, ഒരു സരസ്വതി നമ്മുടെ കയ്യിൽ വെച്ചു തന്നതല്ല വിദ്യാഭ്യാസം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയണം. സഹോദരയത്തിൽ സൂചിപ്പിച്ചതുപോലെ ലിക്വിഡേറ്റ് ഹിന്ദുയിസത്തെ തകർക്കാതെ നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യപരമായി നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇങ്ങനെ ചുരുക്കാം. എന്താണ് ഹിന്ദുത്വം അടിസ്ഥാനപരമായി ചെയ്യുന്നത്? ഹിന്ദുത്വം അടിസ്ഥാനപരമായി ചെയ്യുന്നത് സരസ്വതിയെ കെട്ടിയിറക്കുന്നതിലൂടെ, വിദ്യാഭ്യാസ പ്രക്രിയ വൈദികവൽക്കരിക്കുന്നതിലൂടെ ചെയ്യുന്നത് നമ്മളെ ആധുനികതയിലേക്ക് നയിക്കാതിരിക്കുകയും നമ്മളെ ഏതോ പുരാണ ലോകത്തിന്റെ കാലത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും നമ്മുടെ ജനാധിപത്യ അവകാശങ്ങളെ സമ്പൂർണ്ണമായി തകിടം മറിക്കുകയും ചാതുർവർണ്ണത്തിന്റെ മൂല്യബോധത്തിനകത്ത് മനുഷ്യർ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിന് സമ്പൂർണമായിട്ട് കളമൊരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നത്. നമ്മൾ അടുത്തിടെ കണ്ടത്
തിരുവനന്തപുരത്ത് മുറജപവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. ആ മുറജപം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്ത രംഗമാണ്. പക്ഷേ ഇതിനു മുമ്പ് കേരളത്തിൽ ഒരു പരിപാടി നടന്നിരുന്നു. അന്ന് മുറജപം നടന്നപ്പോൾ ആ മുറജപത്തിനെതിരെ എഡിറ്റോറിയൽ എഴുതി പത്രം കേരളത്തിലുണ്ടായിരുന്നു. അത് കേരള കൗമുദി എന്ന് പറയുന്ന പത്രമാണ് അന്ന് എഡിറ്റോറിയൽ എഴുതിയത്. മുറജപത്തിനെതിരായി അന്ന് കവിത എഴുതിയൊരു കവി കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ കവിയുടെ പേര് ഭരതകവി മൂലൂർ പത്മനാഭ പണിക്കർ എന്നായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് ദളിത് മാനവികതാവാദം എന്ന് സൂരജ് എന്റെ വിശേഷമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സ്വത്വവാദം പറയുന്നതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ദളിത് മാനവികതാവാദം? സൂരജ് എന്റെ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന വിശാലമായൊരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തെ ദളിത് മാനവികത എന്ന് വിളിക്കാം എന്ന സൂര്യജിന്റെ പറയുന്നു. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ആഴത്തിൽ മഹാത്മാ അയ്യങ്കാളിയെ മുൻനിർത്തി ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്. അത് ദളിതർക്കും ആദിവാസികൾക്കും എന്തെങ്കിലും പ്രത്യേക അവകാശം നേടിയെടുക്കുക എന്ന് മാത്രമുള്ളതല്ല. തീർച്ചയായിട്ടും അവകാശങ്ങളെല്ലാം ദളിതർക്കും ആദിവാസികൾക്കും ലഭിച്ചേ മതിയാവും. പുറന്തള്ളപ്പെടുന്ന എല്ലാ ഭാഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അതിശക്തമായ പ്രതിരോധം ദളിത ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ഉണ്ടായി വരികയും ചെയ്യും. പക്ഷെ അതിനുവേണ്ടി മാത്രമല്ല, ഇന്ത്യൻ സമൂഹത്തെ മുഴുവൻ ജനാധിപത്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പഞ്ചവീയം എന്നുള്ള വിദ്യാലയ പ്രവേശനം അത് ദളിത് സമൂഹത്തിന് മാത്രം വിദ്യാഭ്യാസം നേടുന്ന ഒരു പ്രക്രിയ ആയിരുന്നില്ല. കേരള സമൂഹത്തിലെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ വിദ്യാഭ്യാസത്തെ ഒരു പൊതുമണ്ഡലമാക്കി മാറ്റിത്തീർക്കുന്നതിന് അവരെ സഹായിച്ചത് അയ്യങ്കാളിയായിരുന്നുള്ള ചരിത്ര യാഥാർത്ഥ്യമാണ് ലോകത്തോട് പറയുന്നത്. അല്ല ദളിതർക്ക് മാത്രം അവകാശം നേടുന്ന ഒരാളാണ് എന്ന് മാത്രമല്ല, തീർച്ചയായിട്ടും ദളിതർക്ക് ആ ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങൾ വലിയ പ്രചോദനമായി തീർന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മാത്രമല്ല, ആധുനിക കേരളത്തെ, ആധുനിക വിദ്യാഭ്യാസത്തെ, ആധുനിക കേരളത്തിന്റെ ചിന്താമണ്ഡലത്തെ പരിവർത്തിപ്പിച്ച, ആധുനിക കേരളത്തെ ജനാധിപത്യ കേരളമാക്കി മാറ്റിയ, ആധുനിക കേരളത്തെ സമത്വ കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള കാഹളം വിളക്കി ആദ്യപതികനായിരുന്നു മഹാത്മാ അയ്യങ്കാളി എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ഉറക്കെ പറയേണ്ടത്. രണ്ടാമതൊരു വില്ലുവണ്ടി നമുക്ക് പണിത് ഉയർത്തേണ്ടി വരും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ. രണ്ടാമതൊരു വില്ലുവണ്ടി കൂടി നമ്മൾ കേരളത്തിന്റെ ദേശീയപാതയിലൂടെ ഓടിക്കേണ്ടി വരും. കാരണം കേരളത്തെ നവകേരളമാക്കി മാറ്റുന്നത്, ജനാധിപത്യ കേരളമാക്കി നമുക്ക് പുതിയ വില്ലുവണ്ടി മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വം നിർമ്മിച്ചെടുക്കേണ്ടി വരും. കാരണം വിദ്യാഭ്യാസ മേഖലയെ സമ്പൂർണമായിട്ട് പ്രാതിനിധ്യം ഇല്ലാത്ത ഒന്നാക്കി മാറ്റുന്നത്. സഹോദരയുടെ പ്രാതിനിധ്യം വിശദീകരിക്കുന്നത് എന്താ സാമുദായിക പ്രാതിനിധ്യമാണ് തന്റെ ദേശീയവാദം എന്ന് സഹോദരൻ അയ്യപ്പൻ പറയുന്നത്. എന്താണ് സമുദായ പുസ്തകവാദം എന്ന് അയ്യപ്പൻ വിശദീകരിക്കുന്നത്? ചില സമുദായങ്ങൾ അധികാരവും ഭരണമൊക്കെ സമ്പൂർണമായി കൈക്കലാക്കി മറ്റു സമുദായങ്ങളെ അധികാരത്തിൽ നിന്നും ഭരണത്തിൽ നിന്നും പുറത്താക്കുന്നതിന്റെ പേരാണ് സമുദായ പുസ്തക എന്ന് സഹോദരൻ അയ്യപ്പൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ മറ്റുള്ള മനുഷ്യരെയൊക്കെ താണവരാക്കി നിർത്തുന്ന ഈ പ്രക്രിയയുടെ പേരാണ് ബ്രാഹ്മണ മതം എന്ന് അയ്യപ്പൻ പറയുന്നത്. മറ്റുള്ള മനുഷ്യരെ താണവരാക്കി നിർത്തി ഒറ്റുമയെ സ്വാർത്ഥം കാണാൻ ബ്രാഹ്മണൻ പണിതുള്ള എന്നിങ്ങനെ തുടങ്ങിയ വരികളിൽ ഈ മനുഷ്യരെ അപരരാക്കുന്ന, താണവരാക്കി നിലനിർത്തുന്ന ഈ പദ്ധതിയുടെ പേരാണ് ബ്രാഹ്മണ്യ പദ്ധതി എന്നാണ് സഹോദരൻ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ നടക്കുന്ന കേരളത്തിലെ സർവകലാശാലയിൽ നടക്കുന്ന സമ്മർദ്ദ അട്ടിമറികളിൽ ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ജഡ്ജിമാരും 282 ജഡ്ജിമാരുണ്ട്. ആ 82 ജഡ്ജിമാർ 252 പേരും സവർണരാണ്. എന്താണ് ഇന്ത്യയിലെ ദളിതരും ആദിവാസികളെ പിന്നോക്കക്കാരും ഒന്നും LLB പഠിക്കാത്തതുകൊണ്ട് LLMന് പോകാത്തതുകൊണ്ടാണ്, വക്കീൽമാരാണ് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ല, ഇന്ത്യയിലെ സുപ്രീം കോടതികളെയും ഹൈക്കോടതിയൊക്കെ സവർണ ഉള്ളിലാക്കി ഭീകരമായി പിടിമുറുക്കിയിരിക്കുന്നതാണ്. ഇന്ത്യൻ IITയുടെ 6049 അധ്യാപകർക്കിടയിൽ 121 ദളിതരും ആദിവാസികളെ വെച്ച് ബാക്കി മുഴുവൻ വരേണ്ട വിഭാഗം കൈയടക്കി വെച്ചിരിക്കുന്നതാണ്. അങ്കുൽ പരിവാറിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളുടെ 97% തസ്തികകളിലും വരേണ്ട വിഭാഗത്തിലുള്ളവരാണ് അധ്യാപകർ എന്നുള്ളതാണ്. ഇത് ദളിതരോ ആദിവാസികളോ കഴിവില്ലാത്തവരൊന്നുമല്ല. അവരെ പുറന്തള്ളുന്ന ഒരു വ്യവസ്ഥാക്രമം നമ്മുടെ രാജ്യത്ത് തുടരുന്നതാണ്. പത്രമാധ്യമങ്ങളിൽ ഭീകരമായി പുറന്തള്ളുന്ന ഹിംസ നിലനിൽക്കുന്നുണ്ട്. എഡിറ്റോറിയൽ പോളിസികളിൽ ആ എഡിറ്റോറിയൽ മെമ്പർമാരിൽ
ഒക്കെ തന്നെ ദളിതരെ ആദിവാസികളെ പുറത്തളഞ്ഞ ഹിംസാക്രമം പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ സ്വകാര്യ മേഖല ഉൾപ്പെടെ ഭീകരമായിട്ട് നിലനിർത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഈ മേഖലകളെല്ലാം തന്നെ വലിയ രീതിയിൽ ഹിംസാത്മകമായി ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങൾ നമ്മുടെ സംസ്കാരത്തെ ആഴത്തിൽ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തെ ഒരു ഫ്യൂഡൽ നാടുവാഴ്ത്ത കാലഘട്ടത്തിലേക്ക് മടക്കിക്കൊണ്ടു പോകുവാനും സമ്പൂർണമായി ആ രീതിയിൽ ജീവിക്കുവാൻ ജനങ്ങളെ പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ സ്മരണ എന്ന് പറയുന്നത് നമ്മുടെ വർത്തമാനകാല കേരളത്തെ പരിഷ്കരിക്കുന്ന ഒരു ഓർമ്മയായി മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടത്തെ വീണ്ടെടുക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അയ്യങ്കാളിയോടുള്ള ആദരവ് ആ രീതിയിൽ നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒരേ സമയം അയ്യങ്കാളിയുടെ മരണദിനത്തിൽ അന്ന് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും സംവരണ അട്ടിമറികൾ നടക്കുമ്പോൾ ദളിതർക്കെതിരെ ഹിംസ നടക്കുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് പോലെ ഒരു കൈയിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കുന്നവർ ബുദ്ധിശൂന്യരാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നു. അതുകൊണ്ട് ആ കാവട്യം കൂടി തിരിച്ചറിയണം എന്നുള്ളതാണ്. അംബേദ്കറിന്റെയോ അയ്യങ്കാളിയുടെ ജന്മദിനത്തിലോ പരിനിർവ്വാണ ദിനങ്ങളിലോ ഫോട്ടോ ഇടുകയും അത് ഫേസ്ബുക്ക് ഷെയർ ചെയ്യുകയും മാത്രമല്ല, ഇന്ത്യയിലെ ദളിത ആദിവാസി ജനവിഭാഗങ്ങളുടെ നീതിക്കായിട്ട് നിലയുറപ്പിക്കുമ്പോഴാണ് അയ്യങ്കാളിയോടും അംബേദ്കറോടുള്ള ആദരവ് നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഒന്നായിട്ട് മാറ്റിത്തീർക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. ചില ആശയങ്ങൾ, അത് സൂക്ഷ്മമായ ചില ആലോചനകൾ പങ്കുവെക്കാൻ മാത്രമാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. കൂടുതൽ ചർച്ചകളിലൂടെ ഇതിനെ വിപുലീകരിക്കാം എന്ന് പ്രത്യാശിക്കുന്നു. എന്തായാലും ഈ സരസ്വതി നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് കടന്നു വന്ന ഒരു സാഹചര്യത്തിലാണ് അയ്യങ്കാളി സ്മരണ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അയ്യങ്കാളിയെ മുൻനിർത്തി സരസ്വതി രൂപീകരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിക്കെതിരായി അതിശക്തമായ പ്രതിരോധ മാർഗം തുറക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.